एनडीए सुहृदगढ़े बीजेपी स्टेट के विकास से देश के विकास का मंत्र लेकर चलती है। इसलिए हम केरला के विकास को प्राथमिकता देते हैं। लेकिन एलडीएफ केरला के विकास की दुश्मन बनी हुई है। एलडीएफ अपनी ताकत यहां केंद्र सरकार की योजनाओं को रोकने में लगी है। एलडीएफ केरला में पीएम आवास योजना अर्बन का नेक्स्ट फेज लागू नहीं कर रही। जहां हर घर तक नल पहुंचाने की स्कीम में देरी की जा रही है। एलडीएफ सरकार नहीं चाहती कि गरीबों के बच्चे भी पीएमसी जैसे आधुनिक स्कूलों में पढ़ाई करें। यहां की राज्य सरकार इस योजना के लाभ से केरला के स्टूडेंट्स को दूर रख रहे हुए हैं। ऐसी गरीब विरोधी एलडीएफ सरकार को सबक सिखाना बहुत जरूरी है। പ്രിയപ്പെട്ടവരെ, സംസ്ഥാനങ്ങളുടെ വികസനത്തിൽ കൂടി മാത്രമേ രാജ്യത്തിന്റെ വികസനം സാധ്യമാകൂ എന്ന മന്ത്രവുമായാണ് ഭാരതീയ ജനതാ പാർട്ടി ഇന്ന് പ്രവർത്തിക്കുന്നത്. അതിനാൽ തന്നെ കേരളത്തിന്റെ വികസനത്തിന് ഭാരതീയ ജനതാ പാർട്ടി വലിയ പ്രാധാന്യമാണ് നൽകുന്നത്. അതേസമയം കേരളം ഭരിക്കുന്ന എൽഡിഎഫ് ഇന്ന് വികസനത്തിന്റെ ശത്രുവായി മാറിയിരിക്കുന്നു. ഇന്ന് എൽഡിഎഫ് സർക്കാർ അവരുടെ എല്ലാ ശക്തിയും കഴിവും വിനിയോഗിക്കുന്നത് കേന്ദ്ര പദ്ധതികളുടെ നേട്ടം കേരളത്തിലെ സാധാരണക്കാർക്ക് നൽകാതിരിക്കുന്നതിന് വേണ്ടിയാണ് അവരെല്ലാ ശക്തിയും കഴിവും വിനിയോഗിക്കുന്നത്. കേരളത്തിലെ നഗരങ്ങളിൽ പ്രധാനമന്ത്രി ആവാസ് യോജനയുടെ അടുത്ത ഘട്ടം, രണ്ടാം ഘട്ടം എൽഡിഎഫ് സർക്കാർ നടപ്പാക്കാൻ തയ്യാറാകുന്നില്ല. എല്ലാ വീടുകളിലും പൈപ്പുകളിൽ കൂടി ശുദ്ധജലം എത്തിക്കുന്ന പദ്ധതിയും ഇവിടെ ഇന്ന് നിലച്ചിരിക്കുകയാണ്. PM ശ്രീ പദ്ധതിയുടെ കീഴിൽ വരുന്ന ആധുനികമായ സ്കൂളുകളിൽ സാധാരണക്കാരുടെ മക്കൾ പഠിക്കേണ്ടതില്ല എന്നതാണ് ഇടത് സർക്കാരിന്റെ നയം. ഈ പദ്ധതിയുടെ നേട്ടങ്ങളിൽ നിന്ന് സംസ്ഥാന സർക്കാർ കേരളത്തിലെ ഈ പദ്ധതിയുടെ നേട്ടങ്ങൾ സംസ്ഥാന സർക്കാർ കേരളത്തിലെ വിദ്യാർത്ഥികൾക്ക് നിഷേധിക്കുകയാണ്. ഇങ്ങനെ സാധാരണക്കാരുടെ ശത്രുവായി മാറിയ ഇടത് സർക്കാരിനെ ഒരു പാഠം പഠിപ്പിക്കേണ്ടത് അത്യാവശ്യമാണ്. സുഹൃത്തുക്കളെ, बीजेपी एनडीए की केंद्र सरकार गरीब का जीवन बेहतर बनाने में जुटी है। इसका एक और उदाहरण हमारे शहरों में रेहड़ी, ठेले, फुटपाथ पर काम करने वाले हमारे भाई बहन हैं। हमने इन्हें आर्थिक मदद देने के लिए पीएम स्वनिधि योजना बनाई। केरला सहित देश के लाखों ऐसे साथियों को पहली बार बैंकों से मदद मिलनी शुरू हुई। अब एनडीए की केंद्र सरकार ने एक और बड़ा कदम उठाया है। अब स्ट्रीट वेंडर्स को भी बीजेपी सरकार स्वनिधि क्रेडिट कार्ड देगी और इसकी शुरुआत देश भर के लोगों के लिए आज मैंने यहां केरला की धरती से शुरू किया है. പ്രിയപ്പെട്ടവരെ, ഭാരതീയ ജനതാ പാർട്ടി നയിക്കുന്ന കേന്ദ്രത്തിലെ എൻഡിഎ സർക്കാർ സാധാരണക്കാരുടെ ജീവിതം മെച്ചപ്പെടുത്താൻ പ്രതിജ്ഞാബദ്ധമാണ്. ഇതിന് ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് നമ്മുടെ തെരുവ് കച്ചവടക്കാർ, തട്ടുകടക്കാർ, വഴിയോര കച്ചവടക്കാർ എന്നിവർക്കായി കേന്ദ്ര സർക്കാർ നടപ്പാക്കുന്ന വിവിധ പദ്ധതികൾ. ഈ വിഭാഗത്തിൽപ്പെട്ട ദുർബലരായ മനുഷ്യരെ സാമ്പത്തികമായി സഹായിക്കാൻ വേണ്ടി നാം പ്രധാനമന്ത്രി സ്വനിധി പദ്ധതി നടപ്പാക്കിയിട്ടുണ്ട്. കേരളം ഉൾപ്പെടെയുള്ള നാടുകളിലെ ലക്ഷക്കണക്കിന് പാവപ്പെട്ട മനുഷ്യർക്കാണ് ഈ പദ്ധതി മൂലം പ്രയോജനം കിട്ടുന്നത്. ലക്ഷക്കണക്കിന് സാധാരണക്കാർക്ക് PM സ്വനിധി പദ്ധതി വന്നതുമൂലം ബാങ്കുകളിൽ നിന്ന് ആദ്യമായി സഹായം കിട്ടാൻ തുടങ്ങിയിരിക്കുന്നു. ഇപ്പോൾ ഈ പാവങ്ങളെ സഹായിക്കുന്നതിന് വേണ്ടി കേന്ദ്ര സർക്കാർ മറ്റൊരു സുപ്രധാന ചുവടുകൂടി ഇന്ന് വെച്ചിരിക്കുകയാണ്. തെരുവ് കച്ചവടക്കാർക്കും ക്രെഡിറ്റ് കാർഡ് കിട്ടുന്ന പദ്ധതി, ഇവിടെ ഈ രാജ്യത്തെ മുഴുവൻ തെരുവ് കച്ചവടക്കാർക്കും പ്രയോജനം കിട്ടുന്ന ഈ പദ്ധതിയുടെ രാജ്യവ്യാപകമായ ഉദ്ഘാടനം അല്പസമയം മുമ്പ് കേരളത്തിന്റെ ഈ പത്മനാഭന്റെ മണ്ണിൽ വെച്ചാണ് ഞാൻ നിർവഹിച്ചത്.
एनडीए सुहृद गए 2014 से पहले दिल्ली में 10 साल तक लेफ्ट के समर्थन से कांग्रेस की सरकार चलती थी। उस दौरान केरला के किसानों या यहां के फिशरमैन के लिए ना लेफ्ट ने कुछ किया और ना ही कांग्रेस ने कुछ किया। दिल्ली में सरकार में बैठे थे तब भी नहीं किया। किसानों के नाम पर जो झूठे पैकेज घोषित होते थे उसका पैसा कांग्रेस और लेफ्ट के लोगों की जेब में पहुंच जाता था। किसान का पैसा किसान को मिले इसके लिए एनडीए की केंद्र सरकार ने पीएम किसान निधि शुरू की। इसे केरला के लाखों किसानों के अकाउंट में 13,000 करोड़ 13,000 करोड़ रुपए सीधे मेरे केरल के किसान भाई बहनों के खाते में जमा हुए हैं। एलडीएफ और यूडीएफ के लोग चाहकर भी इस पैसों को लूट नहीं सकते। പ്രിയപ്പെട്ടവരെ 2014 മുൻപുള്ള 10 വർഷക്കാലം ഇടതുപക്ഷത്തിന്റെ പിന്തുണയുള്ള കോൺഗ്രസ് സർക്കാരായിരുന്നു കേന്ദ്രം ഭരിച്ചിരുന്നത്. നിലവിൽ കേരളത്തിലെ സാധാരണക്കാരായ കർഷകർക്കോ മത്സ്യത്തൊഴിലാളികൾക്കോ പ്രയോജനം കിട്ടുന്ന ഒരു കാര്യവും ഇടതുപക്ഷത്തിനോ സിപിഐഎമ്മിനോ കോൺഗ്രസിനോ അക്കാലത്ത് ചെയ്യാൻ സാധിച്ചിട്ടില്ല. സർക്കാരിൽ ഇരുന്നപ്പോഴും ചെയ്തിട്ടില്ല, പിന്തുണ കൊടുക്കുന്ന കാലഘട്ടത്തിലും ചെയ്തിട്ടില്ല. കർഷകരുടെ പേരിൽ വ്യാജ വാഗ്ദാനങ്ങളും പാക്കേജുകളും മാത്രമായിരുന്നു അക്കാലത്ത് പ്രഖ്യാപിക്കപ്പെട്ടത്. കർഷകരുടെ പേരിൽ പ്രഖ്യാപിക്കപ്പെട്ട പദ്ധതികളുടെ മുഴുവൻ പണവും ഇടതു വലതു നേതാക്കളുടെ പോക്കറ്റിലേക്കാണ് അക്കാലത്ത് പോയിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ കർഷകരുടെ പണം അവർക്ക് തന്നെ കിട്ടണമെന്ന ഭാരതീയ ജനതാ പാർട്ടിയുടെ നിശ്ചയദാർഢ്യത്തെ തുടർന്ന് എൻഡിഎ സർക്കാർ രാജ്യത്തെ കർഷകർക്കായി കിസാൻ സമ്മാൻ നിധിയാണ് ഇന്ന് നടപ്പാക്കിയിട്ടുള്ളത്. ഈ പദ്ധതി മൂലം കേരളത്തിലെ ലക്ഷക്കണക്കിന് വരുന്ന കർഷകരുടെ അക്കൗണ്ടുകളിലേക്ക് 13,000 കോടി രൂപയാണ് ഭാരതീയ ജനതാ പാർട്ടിയുടെ സർക്കാർ നേരിട്ട് അക്കൗണ്ടുകളിലേക്ക് എത്തിച്ചത്. ഈ പണം ഇന്ന് ഇടത് വലതു നേതാക്കൾ വിചാരിച്ചാൽ പോലും മോഷ്ടിക്കാൻ പറ്റത്തില്ല. ആ പറ്റാത്ത തരത്തിലേക്ക് കർഷകർക്ക് നേരിട്ട് പണം എത്തിച്ചിട്ടുണ്ട്. सुहृद गए फिशरमैन का हित भी एनडीए की प्राथमिकता है। पीएम मत्स्य संपदा स्कीम के तहत केरला को 1400 करोड़ रुपीस की मदद मिली है। ये बीजेपी की केंद्र सरकार ही है जिसने फिशरीज के लिए अलग मंत्रालय बनाया है। पहली बार फिशरमैन के लिए भी किसान क्रेडिट कार्ड का बेनिफिट दिया है। हमने फिशरमैन के लिए 5 लाख तक के इंश्योरेंस की सुरक्षा भी दी है। डीप सी फिशिंग के लिए नावों के आधुनिकीकरण के लिए मदद दी है. സുഹൃത്തുക്കളെ, മത്സ്യത്തൊഴിലാളികളുടെ ക്ഷേമമെന്നുള്ളത് എൻഡിഎയുടെ പ്രഥമ പരിഗണനയാണ്. പ്രധാനമന്ത്രി മത്സ്യസമ്പദാ യോജന വഴി കേരളത്തിന് 14,000 കോടി രൂപയാണ് കേന്ദ്ര സർക്കാർ നൽകിയത്. മത്സ്യബന്ധനത്തിന്റെ കാര്യങ്ങൾ നോക്കുന്നതിന് വേണ്ടി ഒരു പ്രത്യേക മന്ത്രാലയം രൂപീകരിച്ചതും ഭാരതീയ ജനതാ പാർട്ടി നയിക്കുന്ന കേന്ദ്ര സർക്കാരാണ്. രാജ്യത്താദ്യമായി കിസാൻ ക്രെഡിറ്റ് കാർഡിന്റെ പ്രയോജനം മത്സ്യത്തൊഴിലാളികൾക്ക് നൽകിയതും ഭാരതീയ ജനതാ പാർട്ടിയുടെ സർക്കാരാണ്. മത്സ്യത്തൊഴിലാളികൾക്ക് 5 ലക്ഷം രൂപയുടെ ഇൻഷുറൻസ് ആണ് കേന്ദ്ര സർക്കാർ ഏർപ്പെടുത്തിയിട്ടുള്ളത്. ആഴക്കടൽ മത്സ്യബന്ധനത്തിന് പോകുന്ന വലിയ ബോട്ടുകളുടെ നവീകരണത്തിനും കേന്ദ്ര സർക്കാർ ഇന്ന് സഹായം നൽകുന്നുണ്ട്.